കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് സൗമൻ സെന്നിനെ കേന്ദ്ര സർക്കാർ നിയമിച്ചു. നിലവിലെ ചീഫ് ജസ്റ്റിസായ നിതിൻ ജാംദാർ ജനുവരി 9 വിരമിക്കുന്ന ഒഴിവിലേക്കാണ് നിയമനം. മേഘാലയ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായിരിക്കെയാണ് സൗമൻ സെന്നിന് കേരള ഹൈക്കോടതിയിലേക്ക് മാറ്റം ലഭിക്കുന്നത്. ആരാണ് പുതുതായി ചുമതലയേൽക്കാൻ പോകുന്ന ജസ്റ്റിസ് സൗമൻ സെൻ? നോക്കാം വിശദമായി. ഞാൻ ഗ്രീഷ്മ. പശ്ചിമ ബംഗാളിലെ കൊൽക്കത്ത സ്വദേശിയാണ് സൗമൻ സെൻ. 1965 ജൂലൈ 27 ജനനം. കൊൽക്കത്തയിലെ സെന്റ് ലോറൻസ് ഹൈസ്കൂളിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ സൗമൻ സെൻ കൊൽക്കത്ത യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഉയർന്ന മാർക്കോടെ നിയമബിരുദം നേടി. 1991 പശ്ചിമ ബംഗാൾ ബാർ കൗൺസിലിൽ അഭിഭാഷകനായി എൻറോൾ ചെയ്തു. കൊൽക്കത്ത ഹൈക്കോടതിയിൽ 20 വർഷം നീണ്ട അഭിഭാഷക വൃത്തിക്ക് ശേഷം 2011 ഏപ്രിൽ 13 കൊൽക്കത്ത ഹൈക്കോടതി ജഡ്ജിയായി നിയമിതനായി. അഭിഭാഷകനായിരിക്കെ സിവിൽ, ഭരണഘടന, ബാങ്കിംഗ് മേഖലകളിലെ കേസുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. RBI, സെബി തുടങ്ങിയ സ്ഥാപനങ്ങൾക്കായി ഹാജരായിട്ടുണ്ട്. 2025 സെപ്റ്റംബർ 15 കൊൽക്കത്ത ഹൈക്കോടതിയുടെ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസായി. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് BR ഗവായ് നേതൃത്വം നൽകിയ കൊളീജിയത്തിന്റെ ശുപാർശ പ്രകാരം സെപ്റ്റംബർ 26 മേഘാലയ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി സൗമൻ സെന്നിനെ കേന്ദ്ര സർക്കാർ നിയമിച്ചു. ഒക്ടോബർ 8 ഷില്ലോങ്ങിലെ രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ ചീഫ് ജസ്റ്റിസായി സത്യപ്രതിജ്ഞ ചെയ്തു. ഡിസംബർ 18 സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ കൊളീജിയമാണ് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് സ്ഥാനത്തേക്ക് സൗമൻ സെന്നിനെ ശുപാർശ ചെയ്തത്. 2027 ജൂലൈ 26 സൗമൻ സെൻ വിരമിക്കുക. നിലവിലെ ചീഫ് ജസ്റ്റിസായ നിതിൻ ജാംദാറിന്റെ കാലാവധി അവസാനിക്കുന്ന ഒഴിവിലേക്കാണ് സൗമൻ സെൻ എത്തുന്നത്. ബോംബെ ഹൈക്കോടതിയിലെ സീനിയർ ജഡ്ജിയായിരുന്നു ജസ്റ്റിസ് നിതിൻ മധുകർ ജാംദാർ. സുപ്രീം കോടതിയുടെ കൊളീജിയം കഴിഞ്ഞ ജൂലൈ 11 സമർപ്പിച്ച ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു ജസ്റ്റിസ് നിതിൻ മധുകർ ജാംദാറിനെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി നിയമിച്ചത്. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആഷിഖ് ജെ ദേശായി വിരമിച്ച സാഹചര്യത്തിലാണ് 60-കാരനായ ജസ്റ്റിസ് നിതിൻ മധുകർ ജാംദാർ കേരള ഹൈക്കോടതിയിലേക്ക് എത്തുന്നത്. 2023 ജൂലൈ 22 ജസ്റ്റിസ് ആഷിഖ് ജെ ദേശായി കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി സത്യപ്രതിജ്ഞ ചെയ്തത്. മഹാരാഷ്ട്രയിലെ സോളാപൂരിലെ അഭിഭാഷക കുടുംബത്തിൽ 1964 ജനുവരി 10 നിതിൻ മധുകർ ജാംദാറിന്റെ ജനനം. മഹാരാഷ്ട്രയിലെ വിവിധ സ്കൂളുകളിലായി സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അദ്ദേഹം മുംബൈയിലെ സിഡ്നം കോളേജിൽ കൊമേഴ്സിൽ നിന്ന് ബിരുദം സ്വീകരിച്ചു. അച്ഛന്റെയും മുത്തശ്ശന്റെയും അതേ പാത പിന്തുടർന്ന് മുംബൈ ഗവൺമെന്റ് ലോ കോളേജിൽ നിന്ന് നിയമബിരുദം പൂർത്തിയാക്കി. ബോംബെ ഹൈക്കോടതിയിൽ അഭിഭാഷക വൃത്തി ആരംഭിച്ച ജസ്റ്റിസ് ജാംദാർ വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾക്കായും യൂണിവേഴ്സിറ്റികൾക്കായും ഹാജരായിട്ടുണ്ട്. ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ പ്രതിനിധിയായ അദ്ദേഹം കേന്ദ്ര സർക്കാരിന്റെ സ്റ്റാൻഡിംഗ് കൗൺസിലായും പ്രവർത്തിച്ചിട്ടുണ്ട്. 2012 ജനുവരി 23 ബോംബെ ഹൈക്കോടതി ജഡ്ജിയായി നിയമിതനായി. ബോംബെ ഹൈക്കോടതിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയിലെ 5 അംഗങ്ങളിൽ ഒരാളായിരുന്നു ജസ്റ്റിസ് ജാംദാർ. കഴിഞ്ഞ വർഷം മെയ് 30 ബോംബെ ഹൈക്കോടതിയുടെ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസായി. അതേസമയം കേരള ഹൈക്കോടതിയുടെ 39ാമത് ചീഫ് ജസ്റ്റിസായിരുന്നു നിതിൻ മധുകർ ജാംദാർ. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസാകുന്ന 4ാമത്തെ ബോംബെ ഹൈക്കോടതി ജഡ്ജി കൂടിയാണ്. ജസ്റ്റിസ് സുജാത മനോഹർ, ജസ്റ്റിസ് AV സാവന്ത്, ജസ്റ്റിസ് BN ശ്രീകൃഷ്ണ എന്നിവരാണ് മറ്റുള്ളവർ. 2026 ജനുവരി 9 വരെയാണ് ജസ്റ്റിസ് ജാംദാറിന്റെ കാലാവധി. ഇന്ത്യൻ സംസ്ഥാനമായ കേരളത്തിലും ലക്ഷദ്വീപ് കേന്ദ്രഭരണ പ്രദേശത്തും സ്ഥിതി ചെയ്യുന്ന പരമോന്നത കോടതിയാണ് കേരള ഹൈക്കോടതി. കൊച്ചിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 226 പ്രകാരം പൗരന്മാർക്ക് ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങൾ നടപ്പിലാക്കുന്നതിനോ മറ്റ് നിർദ്ദിഷ്ട ആവശ്യങ്ങൾക്കോ ഹേബിയസ് കോർപ്പസ്, മാൻഡമസ് നിരോധനം, കോ വാറന്റോ, സെർട്ടിയോറിറ്റി എന്നിവയുടെ റിറ്റുകൾ ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ, ഉത്തരവുകൾ, റിട്ടുകൾ എന്നിവ പുറപ്പെടുവിക്കാൻ ഹൈക്കോടതിക്ക് അധികാരമുണ്ട്. സിവിൽ, ക്രിമിനൽ കാര്യങ്ങളിൽ ഒറിജിനൽ, അപ്പലേറ്റ്, റിവിഷണൽ അധികാര പരിധിയിലും ചില ചട്ടങ്ങൾ പ്രകാരം അതിലേക്കുള്ള പരാമർശങ്ങൾക്ക് മറുപടി നൽകാനുള്ള അധികാരവും ഹൈക്കോടതിക്കുണ്ട്. അതിന്റെ പ്രാദേശിക അധികാര പരിധിയിൽ വരുന്ന എല്ലാ കോടതികളുടെയും സബോർഡിനേറ്റ് അധികാര പരിധിയിലുള്ള ട്രൈബ്യൂണലുകളുടെ മേൽനോട്ടവും സന്ദർശക അധികാര പരിധിയും ഹൈക്കോടതിക്കുണ്ട്. നിലവിൽ കേരള ഹൈക്കോടതിയിൽ ചീഫ് ജസ്റ്റിസും 12 അഡീഷണൽ ജഡ്ജിമാരും ഉൾപ്പെടെ 35 സ്ഥിരം ജഡ്ജിമാരാണ് അനുവദനീയമായ ജഡ്ജിമാരുടെ എണ്ണം. തീർപ്പാക്കേണ്ട പ്രശ്നത്തിന്റെ പ്രാധാന്യവും സ്വഭാവവും അനുസരിച്ച് ജഡ്ജിമാർ സിംഗിൾ ഡിവിഷൻ, ഫുൾ അല്ലെങ്കിൽ വലിയ ശക്തിയുള്ള മറ്റു ബെഞ്ചുകളായി ഇരിക്കും. 1956 നവംബർ 1
1956 സംസ്ഥാന പുനഃസംഘടനാ നിയമം പാസാക്കി. അതുവഴി തിരുവിതാംകൂർ, കൊച്ചി സംസ്ഥാനത്തെ മലബാർ ജില്ലയും കാസർഗോഡും സംയോജിപ്പിച്ച് ഇന്നത്തെ കേരള സംസ്ഥാനം രൂപീകരിച്ചു. 1956 നവംബർ 1 ഇന്നത്തെ കേരള ഹൈക്കോടതി സ്ഥാപിതമായി. കേരള സംസ്ഥാനത്തിനായി നിയുക്തമായ ഹൈക്കോടതിയായി. 1958 കേരള ഹൈക്കോടതി നിയമം കേരള ഹൈക്കോടതിയുടെ അധികാരപരിധിയും വിവിധ പ്രവർത്തനങ്ങളും അധികാരങ്ങളും നിർവചിച്ചു. തുടക്കത്തിൽ തിരുവിതാംകൂർ, കൊച്ചി ഹൈക്കോടതിയിൽ നിന്നും മദ്രാസ് ഹൈക്കോടതിയിൽ നിന്നുമുള്ള നിരവധി കേസുകൾ വിധിന്യായത്തിനായി കേരള ഹൈക്കോടതിയിലേക്ക് മാറ്റി. ജസ്റ്റിസ് KT കോശിയെ കേരളത്തിലെ ആദ്യ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി നിയമിക്കുകയും ചെയ്തു.